ഹായ് ഫ്രണ്ട്സ്, മോംസ് ലവ് ഫ്രം കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാന്താരി നാരങ്ങ വെള്ളയ്ക്കുപ്പിലിട്ടതാണ്. ഇത് കഞ്ഞി, പഴങ്കഞ്ഞി, ചോറ് ഇതിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അച്ചാറാണ്. ഇത് കൊളസ്ട്രോളിനെ പ്രതിരോധിക്കാനും നല്ലൊരു മരുന്നാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. എന്നാൽ ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിനാവശ്യമായിട്ട് ഏകദേശം 3 പിടി കാന്താരി, 20 നാരങ്ങ വാട്ടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് കുത്തിയരിഞ്ഞത്, ഏകദേശം 15 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് കായം, ആവശ്യത്തിന് കായപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, കറിവേപ്പില. സ്റ്റൗ കത്തിച്ച് നാരങ്ങ വാട്ടാൻ ആവശ്യമായ വെള്ളം നമുക്ക് സ്റ്റൗവിലേക്ക് വയ്ക്കാം. അതൊന്ന് തിളച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ അതിലേക്കിടാം. 2-3 മിനിറ്റ് തിളയ്ക്കട്ടെ. അതിലേക്ക് ഉപ്പിടാം. വാടിയതിന് ശേഷം നമുക്കത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അത് നന്നായിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് ഉണക്കിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റിക്കാം. സ്റ്റൗ കത്തിച്ച് നമുക്ക് ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. ഏകദേശം 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ അതിലേക്ക് ഒഴിക്കാം. നല്ലെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിലേക്ക് കായം ഇട്ട് പൊരിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ കടുക് അതിലേക്ക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി അതിലേക്ക് ചേർക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ഇടാം. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചുമട്ടുന്നത് പോലെ. എടുത്തു വെച്ചിരിക്കുന്ന കാന്താരി അതിലേക്ക് ഇടാം. അത് ചെറുതായിട്ട് ഒന്ന് വഴറ്റുമ്പോൾ സൂക്ഷിച്ച് വേണം വഴറ്റാൻ. അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു അടപ്പ് കൊണ്ട് നമുക്കത് അടച്ചു കൊടുക്കാം. ഏകദേശം 2-3 മിനിറ്റ് അത് വാടിയിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊരിച്ചു വെച്ചിരുന്ന കായം നമുക്കൊന്ന് പൊടിച്ച് അതിലേക്ക് ചേർക്കാം. കുറച്ച് പൊടിക്കായം കൂടെ, ഏകദേശം 1 ടീസ്പൂൺ. നന്നായിട്ട് ഇളക്കുക.
വിനാഗിരി ഏകദേശം 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള കറിവേപ്പില അതിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കി അതൊന്ന് മിക്സ് ചെയ്യുക. ഒരു 3-4 മിനിറ്റ് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 2 ഗ്ലാസ് വെള്ളം കല്ലുപ്പിട്ട് തിളപ്പിച്ച് നന്നായി ആറിയത് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ അത് വെള്ളമായിട്ട് നമുക്ക് തോന്നിയാലും ഒരു 2 ദിവസം കഴിയുമ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റും. അതുകൊണ്ട് അല്പം വെള്ളം കൂടി നിൽക്കുന്നത് നല്ലതാണ്. രണ്ട് 3 മിനിറ്റ്സ് കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം നന്നായി ഉണക്കിയെടുത്ത് ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിക്കണം. 4-5 ദിവസത്തിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇത് ഇപ്പോൾ കണ്ടെയ്നറിനകത്ത് എടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം കമൻസായി അറിയിക്കണം. അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ.